ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് 50 USDT, 5 USDT അതേപോലെ തന്നെ ഫ്രീ ആയി മൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതേപോലെ തന്നെ പൈസ മുടക്കി മൈൻ ചെയ്താലും എല്ലാം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി ഇൻകത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ബിറ്റ്നാസ്ഡാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആൾറെഡി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബിറ്റ്കോയിനൊക്കെ എങ്ങനെയാണ് മൈൻ ചെയ്ത് വലിയൊരു റൂമിൽ പ്രൊസസ്സറും കമ്പ്യൂട്ടറും അങ്ങനെയുള്ള ഒരുപാട് മെഷീൻസ് വെച്ചിട്ട് നിങ്ങൾ പല ഫോട്ടോസും കണ്ടിട്ടുണ്ടാവും. ആ രീതിയിലാണ് ബിറ്റ്കോയിൻ മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഷ് റേറ്റ് കൂട്ടാനും അങ്ങനെയുള്ള പല കാര്യത്തിനും ഒരുപാട് ആൾക്കാർ പല മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ തന്നെ മൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോക്കണാണ് BNQ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ. അപ്പോൾ ഈ ഒരു ടോക്കൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ബിറ്റ്നാസ്ഡാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും നടത്താം. ട്രേഡ് ചെയ്യാം, P2P ചെയ്യാം, ഫ്യൂച്ചർ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവൻ്റെ ഈ ഒരു ആപ്പിൽ തന്നെ നമുക്ക് ഇവൻ്റെ ടോക്കൺ മൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് വഴി തന്നെ കയറുക. ഈ ലിങ്ക് നേരെ നിങ്ങൾ ക്രോമിൽ കോപ്പി ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ റെഫറൽ കോഡ് ആഡ് ആയിട്ടുണ്ടാവും. എൻ്റെ റെഫറൽ കോഡ് വെച്ച് ആഡ് ആയിട്ട് കയറിയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് എന്തായാലും ഒരു ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ കുറച്ച് വേണ്ട ആ ബെനിഫിറ്റിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളിവിടെ ഇമെയിലും പാസ്വേഡും വെരിഫിക്കേഷനും കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ലോഗിൻ ചെയ്യണം. എൻ്റെ റെഫറൽ കോഡ് ഇൻവൈറ്റ് ചെയ്താൽ മാത്രമാണ് ഒരു ബെനിഫിറ്റ് ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നേരെ ഇത് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ വരിക. പ്ലേ സ്റ്റോറിൽ വന്ന ഉടനെ അവിടെ ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ പേര് അടിച്ചു കൊടുത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ഒരു $58 ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു $58 ക്ലെയിം ചെയ്തെടുക്കാം. ഈ ഒരു $50 നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ഏതൊരു ട്രേഡിംഗ് ഫീസിനും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത ഉടനെ ഇവിടെ KYC നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാൻ വലിയ പ്രശ്നം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ ഒന്നില്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ, ഇല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ആധാർ കാർഡും അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്ന ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, KYC കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആൾറെഡി ഞാൻ നേരെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. നേരെ മോർ സെഷനിലേക്ക് വരിക. ഇവിടെ റിവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷൻ ഉണ്ട്. ഈ ഒരു റിവാർഡ് സെഷനിൽ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആൾറെഡി ക്ലെയിം ചെയ്തിട്ടുള്ള 50 USDT നിങ്ങൾക്ക് കിട്ടും. KYC നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ 50 USDT അവൈലബിൾ ആവും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു USDT നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ ട്രേഡിങ്ങിനും ഫീസ് ആയിട്ട് അവർ ഈടാക്കും, ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഒരു ഫീസ് എടുക്കാതെ തന്നെ ഈ ഒരു 50 USDT വെച്ച് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ കിട്ടുന്നുണ്ട്, 5 USDT കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിഡക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റേ ആക്റ്റീവ് ആൻഡ് ട്രേഡ് ഓഫ് 3 എക്സിക്യൂട്ടീവ് ഡേ ഏൺ 5 USDT ട്രേഡിംഗ് ഫീ റിബേറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ ഓപ്പൺ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ മൈനിങ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ മൈനിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെഷീൻ വാങ്ങണം. അപ്പോൾ ആൾറെഡി ഞാൻ ബിറ്റ്കോയിൻ്റെ കാര്യം പറഞ്ഞു. വലിയ മെഷീൻസും പ്രൊസസ്സറും വെച്ചിട്ടാണ് ബിറ്റ്കോയിൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഇവരുടെ ആപ്പിൽ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൈനിങ് മെഷീൻ വാങ്ങിയാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് മൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇതൊന്നും വാങ്ങുന്നില്ല അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൈനിങ് മെഷീൻ അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഡെയിലി റിവാർഡായിട്ട് 2.4 BNQ മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. അതല്ലാതെ നിങ്ങളിപ്പോൾ ഇത് $10 മുടക്കി എന്നിട്ട് ഒരു മെഷീൻ വാങ്ങി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പെട്ടെന്ന് തന്നെ കൂടുതൽ BNQ കിട്ടാനുള്ള ചാൻസും ഒരുപാട് BNQ നമുക്കിവിടെ ബേൺ ചെയ്ത് ഇതിൻ്റെ ഹാഷ് റേറ്റ് കൂട്ടിയാൽ നമുക്ക് ഒരുപാട് റിവാർഡ് ഇൻകം ഒക്കെ ഏൺ ചെയ്യാനും പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആൾറെഡി തന്നെ ഞാൻ ഒരു മെഷീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെഫറൽ വഴി കയറിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരാൾക്ക്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക്, ഇതിൽ കമൻറ്റ് ഇടുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഒരു മെഷീൻ ഞാൻ എന്ത് ചെയ്യാം, സ്പോൺസർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരാൾക്ക് ഷെയർ ചെയ്യുക. ആർക്കാണ് കിട്ടാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ഒരു കാര്യം ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും സ്പോൺസർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിൽ കയറി ഉടനെ തന്നെ ഈ ഒരു മെഷീൻ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങാം. എന്താണെന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ ആണ്, മാർക്കറ്റ് റിസ്ക് ഉണ്ട്, ഇതിൻ്റെ വാല്യൂ കുറയാനും കൂടാനും പല സാഹചര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു $10 മുടക്കിയിട്ട് വാങ്ങാം. ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയാൽ മാത്രം പോരാ, ഇതിൻ്റെ ഹാഷ് റേറ്റ് കൂട്ടണം. ഹാഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ മൈനിങ് സ്പീഡ് കൂട്ടണം. ആ ഒരു മൈനിങ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടോക്കൺ ബേൺ ചെയ്തെടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു മൈനിങ് മെഷീൻ വാങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 100 BNQ ടോക്കൺ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ വാങ്ങണം. എന്നാൽ മാത്രമാണ് നമുക്കിതിൽ BNQ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഹാഷ് റേറ്റ് കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ ആൾറെഡി തന്നെ ടോട്ടൽ ഡിസ്ട്രോയ് ചെയ്തത് 100 BNQ ആണ്. അപ്പോൾ 100 BNQ ചെയ്ത കാരണം എനിക്ക് ഇന്നത്തെ ഹാഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5257 ഹാഷ് റേറ്റ് വീണ്ടും കൂടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ആപ്പ് ലോഗിൻ ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 23,146 ഹാഷ് റേറ്റ് ഇവിടെ കിട്ടും. അതുകൊണ്ട് ഈ ഒരു 5 USDT ബേൺ ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ഹാഷ് റേറ്റ് ഇവിടെ കൂട്ടുന്നോ അത്രത്തോളം മൈനിങ് സ്പീഡായിരിക്കും നിങ്ങൾക്ക് കൂടുക, അത്രത്തോളം റിവാർഡായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ കിട്ടുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹാഷ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ഹാഷ് റേറ്റ് ഞാൻ ഇന്ന് 1.1 USDT ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാഷ് റേറ്റ് ഈ ഒരു BNQ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഹാഷ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്കിത് ലോഗിൻ ചെയ്ത ഉടൻ തന്നെ 5 USDT ഒരു ഗിഫ്റ്റ് കാർഡും ഹാഷ് റേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഒരു ഡെയിലി ഇൻകം പോലെ നമുക്കിത് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഏതൊരു പ്രൊജക്റ്റും ക്രിപ്റ്റോയിലൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിശ്വസിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എത്ര കാലം ഉണ്ടോ അതിൻ്റേതായിട്ടുള്ള റിവാർഡ് കിട്ടുക. നമ്മൾ ഏർലി ആയിട്ട് കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസുകളും അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ BNQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതിൻ്റെ ടോട്ടൽ ഹാഷ് റേറ്റ് കാണുന്നുണ്ട്, എൻ്റെ ടീം കാണുന്നുണ്ട്. ഞാനിപ്പോൾ ടോട്ടൽ 6 ഇൻവൈറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രത്തോളം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ അതിൽ നിന്നൊരു 30% കമ്മീഷൻ ഇല്ലെങ്കിൽ ഹാഷ് റേറ്റ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഹാഷ് റേറ്റ് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മൈനിങ് ഏറ്റവും കൂടുതൽ എന്താണ് സ്പീഡായിട്ട് നടക്കും, ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കയറാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറുക. ഇതിൽ ഡെപ്പോസിറ്റിംഗ് ഓപ്ഷനും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ആൾറെഡി തന്നെ റിവാർഡ് കിട്ടിയിട്ടുള്ള ഈ BTC ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മൈനിങ് പവർ ആയിട്ടുള്ള ഒരു BTC ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, ആർക്കാണ് ഞാൻ ഫ്രീ ആയിട്ട് ഈ സ്പോൺസർ ചെയ്യാനൊക്കെ ഞാൻ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു വിന്നറിനെ സെലക്ട് ചെയ്ത് അവർക്ക് ഞാൻ സ്പോൺസർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാം. 2 മെഷീനും 3 മെഷീനും 4 മെഷീനും എത്ര മെഷീൻ വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റിയും നമുക്കുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആൾറെഡി വാങ്ങി കഴിഞ്ഞിട്ട് ഞാനൊരു മെഷീൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴും ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ബൈ മൈനിങ് മെഷീനിൽ ഒന്ന് മാത്രമാണ് ആക്റ്റീവ്, ഇല്ലെങ്കിൽ ഒന്ന് മാത്രം വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് 100 എണ്ണം വേണമെങ്കിലും വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ ഒക്കെ ടെലിഗ്രാം ചാനലിലാണ് ഞാൻ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.